ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകളായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ടിപ്പോൾ ഇങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല ആൾക്കാരുകളുമായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസുകൾ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇടാണ്ടിരിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. സോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ജെൻ റിഗ്സിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് വരെ പൈസ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു നെക്സ്റ്റ് ജെൻ കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ പൂജപ്പുരമുള്ള നെക്സ്റ്റ് ജെൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു. അതായത് നോർമലി നമുക്ക് എല്ലാവരും ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രൈസ് തന്നെയാണ് പുറത്ത് നമ്മളൊരു ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എത്രയോ ബെറ്റർ ആയിട്ടാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നോർമലി നമുക്ക് ഒരു 1 lakh ഇല്ലെങ്കിൽ 2 lakh വരുന്ന പി സി അവർ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു 60,000 ആ ഒരു പ്രൈസിലാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു പ്രൈസ് കൊടുത്തിട്ട് അവർ എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരുന്നു നമ്മൾ പൈസയും കൊടുക്കേണ്ടി വന്നിരുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കും ഇതിപ്പോൾ ഒരു സ്കാം ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ ഒരാൾ തന്നെയായിരുന്നു ഞാനും. ഇപ്പോൾ ഈ പുറകിൽ കാണുന്ന പി സി ഇതെൻ്റെ അതിനു മുമ്പേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. നെക്സ്റ്റ് ജെന്നിൽ നിന്ന് എടുത്തിട്ടുള്ളത് എൻ്റെ ഓഫീസിലേക്ക് റെൻഡറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പി സി ആയിരുന്നു ഞാൻ നെക്സ്റ്റ് ജെന്നിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എനിക്കും അറിയില്ല ഇത് ഒരു സ്കാം ആണോ വരുന്നതെന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു ലിറ്ററലി. അപ്പോൾ ഞാനും അവർക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കണ്ടു. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. അവർ പറഞ്ഞു ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പൈസ അയക്കണം, ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പി സി കിട്ടും, 28 days അങ്ങനെ എന്തായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. സോ ഞാനും അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇത്ര ദിവസം കൊണ്ട് പി സി കിട്ടുമെന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് പി സി കിട്ടിയിരിക്കുന്ന ഒരു ഏകദേശം ഞാൻ ഒരുപാട് അവരെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഞാൻ അവരെ കോൾ ചെയ്തു. അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷമാണ് എനിക്ക് പി സി കിട്ടിയിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അതായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം വന്നത് എത്ര ദിവസം കഴിഞ്ഞാലും ഒരു 3 മാസം ആയാലും നമുക്ക് പി സി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ രീതിയിലായിരുന്നു പ്രസീദേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ആണ്, ഇത്ര കുറച്ച് ഡിലേ വരുന്നുണ്ട്, അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവുന്നെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞാനും അത് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ഈ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഏകദേശം എനിക്ക് തോന്നുന്നു അത് 200+ ആൾക്കാരെയാണ് അവർ സ്കാം ചെയ്തിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളൊരു 1 CR അതിൻ്റെ മുകളിലോട്ട് അവർ സ്കാം ചെയ്തിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ആളിപ്പം കംപ്ലീറ്റ് ഷോപ്പെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് 2 ഷോപ്പ് എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ 2ഉം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആളുടെ വീട് കാര്യങ്ങളെല്ലാം അവർ ഫുള്ളായിട്ട് സെയിൽ ചെയ്തിട്ട് ഇപ്പം അവർ ട്രിവാൻഡ്രത്തില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അവരിപ്പോൾ എറണാകുളത്താണെന്നുള്ളൊരു ന്യൂസും എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് അത് അറിയില്ല എന്താണെന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ അമൽ ബ്രോൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ അമൽ ബ്രോൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ ഈ അടുത്തിപ്പോൾ ആളൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രസീദേട്ടൻ. അപ്പോൾ ആ മീറ്റിങ്ങിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള പൈസ കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പഴയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻലി നമ്മുടെ ഈ ഒരു അതായത് ഞാൻ ക്യാഷ് കൊടുത്ത സമയത്ത് ഒരുപാട് പേരും എന്നെപ്പോലെ പൈസ കൊടുത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവരും കുറേ പേർക്ക് കിട്ടിയിട്ടില്ല, കുറേ പേർക്ക് കിട്ടി. അപ്പോൾ ഈ കിട്ടാതെ ഇരിക്കുന്ന അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് കിട്ടി എന്നുള്ളത് എനിക്ക് ഇപ്പം ഈ ഒരു
എന്താ പറയുക, ഈ ഒരു പ്ലാറ്റ്ഫോം വഴി അല്ലാണ്ട് എനിക്കിപ്പോൾ വേറെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തത്. അപ്പം ബാക്കി ആ കിട്ടാണ്ടിരിക്കുന്നവർക്കൊരു സമാധാനമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പുറകിൽ ഇത്രയും വലിയൊരു സ്കാം വരുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു എന്താ പറയുക, ഒരു കുറച്ചെങ്കിലും ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്ന സമയത്ത് 3 മാസം പറഞ്ഞവർക്കൊന്നും PC കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ പേര് കംപ്ലയിൻറ്റ്സ് കൊടുത്തിരുന്നു. അവരുടെ ആ ഒരു ലൊക്കേഷനിലുള്ള സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രസീദേട്ടൻ ആ ഒരു സമയത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 3 മാസത്തെ ഒരു ഗ്യാപ്പ് വേണം. ആ ഒരു 3 മാസത്തെ ഗ്യാപ്പിലായിരിക്കും എനിക്ക് 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് തിരിച്ച് എല്ലാവർക്കും ക്യാഷ് റിട്ടേൺ കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. ആൾക്കും ഇതുപോലെ ഒരു 3 മാസത്തെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റഗ്രാമിലെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്രോ 5 മാസമായിട്ട് എനിക്ക് സിസ്റ്റം കിട്ടിയിട്ടില്ല, 3 മാസമായിട്ട് സിസ്റ്റം കിട്ടിയിട്ടില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ വീഡിയോൻ്റെ ആ ഒരു ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7 മാസമായെന്ന് തോന്നുന്നു, റീസെൻ്റ്ലി അല്ല 7 മാസമായെന്ന് തോന്നുന്നു ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ആ വീഡിയോൻ്റെ കമൻറ്റ്സ് ഞാൻ കുറേ വായിച്ച സമയത്ത് ഒരുപാട് ആൾക്ക് 5 മാസമായിട്ട് PC കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച സമയത്തും ഞാൻ പ്രസീദേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത്, ബ്രോ എനിക്കൊരു PC ബിൽഡ് ചെയ്ത് കൊടുക്കാൻ 5 മാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നോർമലി എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ എന്നെ എന്താ പറയുക, എനിക്ക് എൻ്റെ ഈ ഒരു ഓഫർ ചെയ്യുന്നതിന് നെഗറ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ തകർക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം നോർമലി ഒരുപാട് ഓഫറിൽ കൊടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ നെഗറ്റീവ് അടിക്കാൻ ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ ഞാനും അപ്പോൾ ആ രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവർക്കും എനിക്ക് മെസ്സേജ് അയച്ചവർക്കും റിപ്ലൈ കൊടുത്തിരുന്നു, നമുക്ക് എന്തായാലും PC കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോർമലി ഇപ്പം നമ്മൾ ഈ ഒരു PCയുടെ കേസ് മാത്രമല്ല, വേറെ എന്ത് ഓഫർ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നമ്മളത് ഷെയർ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ എനിക്കാണ് ആ ഒരു ഓഫറിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നതെങ്കിൽ ഞാനത് എല്ലാവരോടും പറയും, നമുക്ക് ഇങ്ങനൊരു ഓഫർ വന്നിട്ടുണ്ട്, അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഈ ഒരു സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചത്. കാരണം ബഡ്ജറ്റ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചത്. ഇതിൻ്റെ പുറകിൽ ഇങ്ങനൊരു വലിയൊരു സ്കാം വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, എനിക്ക് നിങ്ങളുടെ മുന്നിൽ എൻ്റെ ആ ഒരു ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PCക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സോറി പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവരോടും ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. ലിറ്ററലി എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ പുറകിൽ ഇത്രയും വലിയൊരു സ്കാം വരുന്നുണ്ടെന്ന്. ഞാൻ എല്ലാവർക്കും ഒരു നല്ല ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. പുതിയൊരു ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗൈസ്, ബൈ.